കതിരാക്കൂ കതിര്. ആ ആ ഞാൻ കേട്ടിക്കേ, അവിടെ നിങ്ങൾ ഉണ്ടാക്കണണ്ട, ഞാൻ വരാം. ഇത്ര നേരം കാതറ ഞാൻ വിളിച്ച് ചീർണിച്ച് എവിടെയാണ് നീ? എന്ത് പ്രശ്നം എന്താ? ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം, സംഭവം ഒരു എന്നോട് അത്യാവശ്യമായിട്ട് കാര്യം പറയാണ്ട്. എന്നിട്ട് കേറി വാ. എന്താ എനിക്ക് ഇത്ര പെട്ട് പറയാനുള്ളത്? എനിക്ക് എന്നോട് അത്യാവശ്യമായിട്ട് കാര്യം പറയാണ്ട്. അതെ അല്ലേ, നാളെ ആണ്ട് പോവാ. പറയാ എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഭയങ്കര ചൂടായോണ്ട് വീടിന്റെ ജനവാതിലൊക്കെ തുറന്നിട്ടാണ് കിടക്കല്. പക്ഷെ ഭാര്യയും കുട്ടികളൊക്കെ തുറന്നിട്ടാ കിടക്കല്. പക്ഷെ ആരാ അറിയില്ല, രണ്ടാൾക്കാർ വന്നിട്ട് എത്തി നോക്കും. അത് ഒടിയന്മാരൊന്നല്ല, ഞാൻ അറിഞ്ഞ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. പിടിച്ചൂടാല്ലേ? പിടിക്കാന് കുറെ ആൾക്കാരോട് പറഞ്ഞേ. എനിക്ക് പേടിയാണ്, അവരെ ഞാൻ അറിഞ്ഞ ആളായോണ്ട് എനിക്ക് പേടിയാണ്. ഒന്നും ചെയ്യാൻ തോക്ക് കത്തിക്കണ്ട. അതൊന്നും പറയാൻ പറ്റൂല, മനുഷ്യനല്ലേ, മനുഷ്യന്മാരല്ലേ, അതൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അതിന് പറ്റിയൊരാളെ എനിക്ക് കണ്ടെത്തി തരണം. പറ്റിയൊരാളുണ്ട്. ഉണ്ടോ? നമ്മളെ പേര് മുള്ളനംസ് എന്നാളെ പേര്. അതെ, കുറച്ച് പൈസ കൊടുക്കും. അത് പ്രശ്നമില്ല, ജോസഫിന് ഒരു പ്രശ്നമില്ല. പൈസ എത്ര വേണമെങ്കിൽ കൊടുക്കാം. അന്നാ നമ്മളാദ്യം പോയേക്കല്ലേ? ആയിക്കോട്ടെ. എന്താടാ ഇതപ്പൊ എന്താ പ്രശ്നം? അല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണോ. പോലെ ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? പിന്നെ നാട്ടില് വീട്ടിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ അതന്നെ ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ എന്താ കാര്യം? എന്താണ് പ്രശ്നം? എന്താണ് ഇങ്ങനെ വീട് വാതിലൊക്കെ തുറന്നു. വീടാകുമ്പോ വാതിലുണ്ടാവുമല്ലോ, വാതിലൊക്കെ അതൊരു പ്രശ്നമല്ല. വാതിലൊക്കെ തുറന്നിട്ടിട്ടേ വാതില് തുറന്നിടേണ്ടി വരുമല്ലോ കാറ്റിന്. അതല്ല, കിട്ടാൻ വേണ്ടി. അതല്ലാതെ വീടാകുമ്പോ വാതിലുണ്ടാവും. വാതിലാകുമ്പോ തുറന്നിടേണ്ടി. അതല്ല ഹംസക്ക, അത് ഈ ചൂടായിട്ട് രാത്രി ജനാലും വാതിലൊക്കെ തുറന്നു. ആരും ചൂട്? ആര് ചൂടാണ്? ചൂടല്ലേ, ചൂട്. കാലാവസ്ഥ തന്നെ പ്രശ്നം. കാലാവസ്ഥ അതിന് ഞാൻ ശാസ്ത്രജ്ഞനല്ല. അതിന് പ്രശ്നം പറഞ്ഞേക്ക്. പറഞ്ഞോളി. ഇവല് രാത്രി ജനാലൊക്കെ തുറന്നിടല്ലേ. തുറന്നിട്ടോട്ടെ, കാറ്റുണ്ടല്ലോ. പ്രശ്നം പറഞ്ഞേ. പറഞ്ഞ ഒന്ന് മനസ്സിലാക്കി തരാം ആദ്യമായിട്ട്. പിന്നെ വാതിലുകളൊക്കെ തുറന്നു. ഇപ്പൊ ചൂടല്ലേ, ചൂടിന്റെ കാലല്ലേ. അതിന്റെ പേരിൽ തുറന്നിടല്ലേ. ആൾക്കാർ വന്നിട്ട് എന്റെ വാതിന്റെ ഉള്ളിൽ കൂടെ പാളി വെക്കുന്നുണ്ട്. അപ്പൊ എന്തേലും ഈ ആളെന്താണ് ഇവനെവിടെന്നാ ഇപ്പൊ കോളനിയില്ലേ? കോളനി നമ്മളെ കോളനിയില്ലേ? ഇവനെ ഈ നെസൊന്നും അറിയില്ലേ? വാതിലും തുറന്നിടല്ലേ, വാതിലും തുറന്നിടലും അതിനുള്ള കൂടെ നോക്കലും എന്ന് പറഞ്ഞ നെസാണ്. അതിന് വേറെ വിഷയമുണ്ട്. എന്താണ്? അത് ഒളിഞ്ഞു നോക്കാൻ വരുന്ന ആൾക്കാരാണ്. ഇത് മിണ്ടല്ലോ, എനിക്കറിയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിന് ഏത്തരം മോയിന് കൂട്ടിയാ പോലെ. അല്ല, ഇവനക്ക് വേറെ വിഷയങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞേക്കാം. ആകെ ചർച്ച കാതര എന്താ ഇജ്ജ് പറഞ്ഞ ആളാ ഇത് മുണ്ടല്ലേ? ഇതൊക്കെ മുണ്ടണോ? നമ്മളെ കാര്യം പരിഹരിക്കാൻ നമ്മൾ വന്നിട്ടുണ്ട്. കോമഡി അടിക്കാനല്ല പ്രശ്നം പറയണോ? പ്രശ്നം തന്നെ. ജനവാല് തുറന്നിട്ടോ അവിടെ രണ്ടാൾക്കാർ വന്ന് പാടാ. ചൂടാണ് തന്നെ മാറ്റി പറഞ്ഞു മുണ്ടി തന്നെ. കുറച്ച് പ്രശ്നം തന്നെ കാര്യമില്ല. ഞാനിങ്ങനെ പറയുമ്പോ അതിന് മാറ്റി അതിനെ കേൾക്കാനുള്ള പൊന്നാര കാതര നിങ്ങളെ വർത്താനം കേൾക്കാനല്ല, എനിക്കിതൊന്ന് പരിഹരിക്കണം. ഈ ചൂടാണ് ആത്മാർത്ഥ മുൻതന്നെ ഒരു കാര്യം പ്രശ്നമല്ല. ഇവ നിന്നും പറഞ്ഞേ മുന്നല്ലേ കാണുന്നേ. അതെ, ഓനെ പെണ്ണുങ്ങളെങ്ങനെ കാണാൻ രസമുണ്ടോ? അതല്ല, ഇനി അങ്ങനെ കാണണേ, ഇങ്ങനെ വെടിയൊക്കെ അല്ലേ. ഓനെ പെണ്ണുങ്ങള് കാണാന് രസമുണ്ടോ? രസമുണ്ട് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആൾക്കാര് വരി നിൽക്കും. ആ ഉറപ്പാണ്. പെണ്ണേതാ ഞാൻ കണ്ടതിന്? നമ്മളാ ചൂലൻകുട്ടിന്റെ മോളില്ലേ? ചൂലൻകുട്ടിന്റെ മോളാ? എന്തിനാണ് മോതലായി? അപ്പൊ ആൾക്കാരുണ്ടാവും. അങ്ങനെ പറയല്ലേ, ഓൻ കേക്ക്. എന്തെങ്കിലും ആ പെണ്ണിനല്ല ഈ പൊട്ടന്നെ എടുത്ത് കൊടുത്തേ. ഇതൊക്കെ വിഷയം. മറ്റേ പെണ്ണ് ഈ ചിക്കിളിട്ടുന്ന സംഭവല്ലേ? നമ്മ കുറച്ച് ചിക്കിളി കിട്ടുന്ന സംഭവം അത് കിട്ടും അല്ലേ? ഞാൻ ചോദിക്കണ അതല്ല, ഈ മാങ്ങണ്ടി മോറിന്റെ അടുത്ത് അതിനുള്ള പൈസ എത്രയായാലും പ്രശ്നം ഞാൻ പറഞ്ഞു. അത് എല്ലാ കാര്യത്തിനും കാതലെ ഈ വരലുണ്ട്. ഈ രണ്ടാൾക്കാരെ ഓനക്ക് പോവാൻ ശരിയാക്കി കൊടുത്താൽ മതി. പൈസ പൈസ ഉണ്ട്. ഓനെ എന്താ കാട്ടണ്ടേ? ഓരോന്ന് കയ്യും കാലം അടിച്ചു മുറിച്ചിടണം. ഈ ജനവാന്റെ ഞാൻ ഇന്റെ കോട്ട് വിടാം. ഈ കോട്ട് ഇടുമ്പോ ഓനക്കൊരു പേടിണ്ടാവും. മറ്റേത് നമ്മൾ ഈ കോഴ്സിന് പോകുമ്പോ ഇവൻ തന്നെ എന്താ പറഞ്ഞേ? കാലോണ്ട് ഓനക്ക് എന്തേ പറ്റുമെന്നല്ലേ?
വോട്ട് നമുക്ക് പേടിണ്ടാവും. അതിപ്പോ ബുദ്ധിയിലായോണ്ട് പറയണത്. അതിപ്പം ഹോട്ടലായിട്ടാണ്. പക്ഷെ അത് നമ്മൾ സമയം പറയാനാണല്ലോ രണ്ടാൾക്കാരെ ഒന്ന് മാറി വെക്കണേ. ഇവന് കഴിഞ്ഞാണ്ടോണ്ടാണ് നാട്ടുകാര് വരുന്നത്. അതിപ്പോ സമയം പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറയാണ്ട് കാലം പൈസ ഞാൻ എത്ര ആരും മുടക്കിക്കോളാം. ഇതില് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. പലഹാരമൊന്നുമില്ല. പരിഹാരം മനുഷ്യന് പിരാന്താണ്ട് കുറെ നേരം ഇത് പ്രശ്നത്തിന് പരിഹാരം പലഹാരം കൂടി ഈ കോട്ടിട്ടാലും ഷൂസിട്ടാലും തോക്കെടുത്താലും അതൊന്നും വിഷയമല്ല. ആണ്ട് സൈസ് ആക്കണം. ആയിക്കോട്ടെ കേട്ടാ പോലെയുണ്ട്. ഇന്നലെ ജനവാദിനൊക്കെ ഇളക്കിയിട്ട് നമ്മള് വിട്ടല്ലോ. ജനവാദം ഇളക്കൂല. ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോഴേ അതിന്റെ മട്ടത്തിൽ പോകട്ടെ. ഇന്നലത്തെ മാതിരിയാണെങ്കിൽ നമ്മൾ ചേട്ടാ അല്ലല്ല നല്ലൊരു അല്ലണേ ഇന്നത്തെ മാതിരി അവിടെ ജനാലെ പിടിച്ചാൽ ഇളക്കിയാണ് പ്രശ്നമാവാ. ഇന്നത്തെ ആ ജോസ് ആകെ അറിഞ്ഞ് നായി ഉണ്ടാവോ? നായി പരിപാടി ഒരു കാര്യം തന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാല് അത് ഒരു കുറച്ചൊരു ഉത്സാഹം പോയി കാണുന്നില്ല. ഹലോ ഹലോ നോക്കെ അന്നൊന്ന് അർജന്റായിട്ട് ഒന്ന് കാണണം. എന്തേ അത്യാവശ്യ കാര്യണ്ട്. എന്നാ ഞാൻ വരട്ടോ. വേമ്പാ സംസാരിക്കേ നിങ്ങള് ഓനും കുട്ടികളും പോയി. എനിക്ക് അർജന്റായിട്ട് അങ്ങാടി എനിക്ക് അർജന്റാണ്. ഒരു അർജന്റ് കോളാണ്. അത് നമ്മളെ സ്നേഹിതനാണ്. ഓനക്ക് എന്തോ അർജന്റ് അത്യാവശ്യം. അപ്പൊ നമുക്ക് എന്താ ജില്ല വയസ്സാവും. നിങ്ങളിത് കൈകാര്യം ചെയ്യും. നിങ്ങളിത് കൈകാര്യം ചെയ്തോളൂ. അല്ല ഞാൻ പോയാണ്ട് വരാം. ഞാൻ പോയി വരാം. അതല്ല നമ്മള് കാണാൻ പോണോലേ അവന് രണ്ടാളും അവിടെ ഉണ്ടാവും. അവർക്ക് പരിചയമുള്ള ഇപ്പൊ കാണിച്ചു രണ്ടാള് ഈ സമയത്ത് അവിടെ ഉണ്ടാവും. ഈ സമയത്ത് അവിടെ വിൽക്കലുണ്ട്. മനസ്സിലായി. ഞാൻ പോയി വരാം. ഇനി ഞാൻ ഒറ്റയ്ക്ക് മതി. ക്ലിയർ ആക്കിട്ടോ. ഓക്കെ ഓക്കെ. എവിടെ ഞാൻ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. അതൊന്ന് വിദേശത്തിന്റെ മണ്ണല്ലേ. അത് പറഞ്ഞിട്ട് കാര്യം പേടിച്ചായി നടക്കണേ. ഇങ്ങോട്ട് പാടി രണ്ടാൾക്കാർ വരുന്നില്ല. അതാരാണ്? ഒന്ന് ജോസാണ്. ഒന്ന് നമ്മളെ മുള്ള സംസാരിക്കാനല്ലോ. എന്താ ചെയ്യാ? ഇവനാ ഇവരെന്നാണ് ജനവാദിന്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് അന്ന് രാത്രി എന്റെ വീട്ടിൽ വന്നിട്ട് നീ കൊണ്ടുവന്നാ നിന്നോ എന്റെ പ്രശ്നം നൽകാവുന്ന ഞാനേ ഞാനാണെങ്കിൽ എടാ ഇവന്ന് സഞ്ചരിക്കണ അങ്ങോട്ട് എന്താണ് എന്താ ജോസിന്റെ മേലെ പോയിട്ടെന്നോ ജനനോട് കൂടെ ഒളിഞ്ഞു നോക്കിന്ന് പറഞ്ഞാണ്ട് ഈ ഞങ്ങൾ എന്നാലും കാര്യമാണ്. മോശല്ലേ ആരിച്ചേണ്ടാ? ഞാൻ കണ്ടതാ രണ്ടാള് വേറെ മാറിണ്ടാവും. ഞാൻ ചോദിക്കണ അതല്ല ഇങ്ങനെ നീന്നൊക്കെ എന്ത് സുഖ ചങ്ങന്മാരെ കിട്ടണേ. ഞങ്ങൾ ചൂടല്ലേ ചോദിച്ചേ എന്ത് സുഖം നീന്ന് കിട്ടണേ? എന്ത് സുഖം ഞങ്ങൾ പുറത്തിറങ്ങിയായിരുന്നു. വേറെ ഒന്നുമില്ല. അതല്ല ഞാൻ ചോദിക്കണ അതല്ല. നിങ്ങൾ വല്ലതും കണ്ടോ? എന്ത് കാണാനാണ്? നിങ്ങൾ കണ്ടോ? ഓന് വന്ന് പെണ്ണുങ്ങളും കൂടി കിടന്നുറങ്ങണ ആളെ നിങ്ങൾ കാണാൻ പോയത്. ഇപ്പൊ ഉറങ്ങാതെ കണ്ടത്. ഏടാ ചൂടുണ്ടാവുമ്പോ ആൾക്കാര് ജനലും വാതിലും തുറന്നിടൂലേ? അത് നോക്കാൻ മോല നോക്കാൻ പോയില്ല. പിന്നെന്താ നിങ്ങൾ നോക്കാതെ പിന്നെ അങ്ങനെ ഓൻ കണ്ടെന്ന് പറഞ്ഞേ. ഓന്റെ പെണ്ണുങ്ങളെ മൊന്നും കൂടെ കൂടെ കൊണ്ടുനടക്കണല്ലേ. അത് വേറെ ആരെയും കണ്ടിട്ടുണ്ടാവൂനെ. അതല്ലാതെ ഓൻ ആദ്യം വിചാരിച്ച ഓടിയന്മാരാണ്. അങ്ങനെ അങ്ങനെ ഒന്ന് പറഞ്ഞു ഓടിയാനാണെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലാക്കിയ ഇത് ഈ രണ്ട് ഓടിയന്മാരാണ്. ഓൻ ആദ്യം നിങ്ങളെ ഓടിയന്മാരെന്നാ വിചാരിച്ചത്. വിചാരിച്ചല്ലേ? നിങ്ങൾ കുളിസിൽ നടത്താന്ന് ഓൻ അറിഞ്ഞല്ലോ. ഇവന്നോട് പറഞ്ഞ നിങ്ങൾ 10 രൂപ കിട്ടുന്ന കേസ് നിങ്ങളെ അടുത്ത് കൊണ്ടുപോളൂ. ഏടാ നിങ്ങളെ കഞ്ഞും കാലം മുറിച്ചാൻ മാറിയാണ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നേ. എന്തായാലും മുറിച്ചണം. എന്റെ പൈസ എനിക്ക് മുതലാവണം. മുതലാണ്ടേ? ഇനി വിട്ടോ. ഇന്നലെ ഞാൻ ശരിക്കും കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇനി വിട്ടോ. ഇനി വയ്ക്കാതാലേ പൈസ വിടല്ലടാ. കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് ഇനി വിട്ടോ വയ്ക്കടാ വയ്ക്കോ. ഓനെന്താ പറഞ്ഞാൽ പോയത്? കൈയും കാര്യം മുറിച്ചണമെന്നോ? ഞാനാ ഇങ്ങനെ കഞ്ഞും കാലം മുറിഞ്ഞാണെന്ന് പറഞ്ഞാണ്ട് സാധനം നമ്മളെ ഇരുമ്പസാധനം പൈസ വാങ്ങി തരാന്ന് പറഞ്ഞ വാങ്ങിയിട്ടില്ല. ഈ ചെക്കൻ്റെ അടുത്തുനിന്ന് വാങ്ങിയാൽ എനിക്ക് തരാന്ന് പറഞ്ഞാൽ
അതിനും പാടിയിട്ട് നിങ്ങളെ കാലും മുറിച്ചാലാ ഞാൻ വന്നത്. ആ ആ അപ്പൊ നിങ്ങൾ പോകാൻ പറഞ്ഞ മാതിരി നമ്മളെ കാര്യം മുറിച്ചോ? പിന്നെ ഞാൻ ചെയ്യണ്ടേ? പക്ഷെ എന്താണോ ഇന്ന് നിങ്ങൾ എങ്ങട്ടാ പോണേ? ഞങ്ങൾ പറഞ്ഞ അങ്ങോട്ട് പോകും. എങ്ങട്ടാ എന്താ ആലോചിച്ചേ? നമ്മളെ പോലത്തെ നമ്മളെ ഊച്ചന്റെ നിങ്ങളെങ്ങട്ടാ? ശരി എങ്ങനെ മണിക്കാ പോലെ? ഞങ്ങളൊരു 6-7 മണി. അപ്പൊ ഇന്ന് കണ്ടുവാ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾ 6 മണിക്കോ ഒരു 9 മണിക്കോ അങ്ങനെ പോകും. ആ സമയത്ത് എല്ലാരും ഉറങ്ങുള്ളൂ. നിങ്ങൾ പോകുമ്പോ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ചെയ്യണം. എന്ത് കാര്യം? ഇന്നും കൂടി വിളിക്കണം. നിങ്ങളെ? ആ നിങ്ങളോ? ഞാനുണ്ട്. നമുക്ക് എല്ലാവരും പോകാതെ കഞ്ഞി കാലം മനസ്സിലാക്കി കോണി ഇട്ടാ മതി. എന്താ കയറ്റി വെച്ചാല് നിങ്ങളെ കോണി കയറ്റി വെച്ചാല് ആദ്യം ഞാൻ കാണാം. എന്നിട്ട് നിങ്ങൾ കണ്ടാ മതി. കാരണം പ്രായത്തിന് മൂന്നല്ലേ ഞാന്. അപ്പൊ അങ്ങനെ തീരുമാനിച്ചു നമ്മൾ ഇപ്പം തന്നെ ഒരുങ്ങണം. ഇപ്പം തന്നെ ഏകദേശം നോക്കിയാ വേഗം നോക്കി ഇതൊന്നും ബിസിനസ്സിലേക്ക് വെക്കാൻ പറ്റില്ല. എന്താ കാര്യം 7 മണിയാവുന്നുള്ളൂ. അപ്പൊ ഏകദേശം 9 മണിയാവും. അപ്പൊ നമ്മൾ ഇപ്പോഴെന്നെ തുടങ്ങണം. എന്നാലേ നമ്മൾ സമയത്ത് രസം കിട്ടുള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാഴ്ച കാണാന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഹാരാണ്. ഞാൻ എങ്ങനെയൊന്നും വിചാരിച്ചില്ല. അതാണ് ചില ആൾക്കാരെ കണ്ണാൻ തോന്നൂല. ഞാൻ പിന്നെ ആ ചെങ്ങാണ്ട് ഒഴിവാക്കിയതാ. അപ്പൊ നമ്മൾ ഇപ്പം തന്നെ പോവാ. എന്നാ നമുക്ക് അവിടെ എന്താണ് കൊഞ്ചൻ അവിടെ തിരിഞ്ഞു വെച്ചാണ്ട് മിനിറ്റാണ് കയറാം. അതൊന്നും നന്നാവും. പോയി നല്ല പോലെ പോയി. നിങ്ങൾക്ക് ഒരു ഗുരുവിന്റെ കുറവുണ്ട്.